ടോക്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. കണ്ടോ, മാംഗോ ഐസ്ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാങ്ങ ഇത് അവിടെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ, ഒരു 2 മാങ്ങ ഉണ്ടായിരുന്നു. അത് പഴുത്ത മാങ്ങ നമ്മളിവിടെ മുറിച്ച് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം, അതേപോലെ എന്തൊക്കെ പറയണത്, റെക്കോർഡിംഗ് അല്ലേ? ഹായ് ഗൈസ്, വെൽക്കം ടു ചിപ്പി ടോക്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീം. അപ്പോൾ ഇത് ഇവിടുത്തെ പഴുത്ത മാങ്ങയാണ് കേട്ടോ. പഴുത്ത മാങ്ങ തോല് കളഞ്ഞ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മാംഗോ ഐസ്ക്രീമിന് മാംഗോ ആണല്ലോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം, അതേപോലെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ്, ഇല്ല കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാം. സോ ഈ 3 സംഭവങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് അലങ്കരിക്കാൻ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഒക്കെ ആവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ മിക്സിയിലിട്ട് അടിക്കണം. ഇതിന്റെ പൾപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് പോയിട്ട് അരച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മാങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് വളരെ കുറവായിരുന്നു. അത് കാരണമാണ് ഞാൻ മിൽക്ക് മെയ്ഡും ഷുഗറും രണ്ടും ഈക്വൽ പ്രപ്പോർഷൻസിൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വലിയൊരു പാത്രത്തിലോട്ട് വിപ്പിംഗ് ക്രീമാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോഴേക്കും അമ്മ എനിക്ക് മാംഗോ പൾപ്പ് റെഡിയാക്കി കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ 500 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഐസ്ക്രീമിന് ആ ഒരു ടെക്സ്ചർ കൊടുക്കുന്നത് ഈ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മാംഗോ പൾപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയാണ്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നല്ല രീതിയിൽ നമ്മൾ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇലക്ട്രിക് ബീറ്ററാണ് സജസ്റ്റ് ചെയ്യുക. ഇവിടെ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടു. അവസാനം ഞാൻ തോൽവി സമ്മതിച്ച് അച്ഛനെ തന്നെ വിളിച്ചു. വിപ്പിംഗ് ക്രീം മറ്റേ മിക്സ് ചെയ്യാൻ കൈ വേദനിച്ചിട്ട്, അപ്പോൾ ഞാൻ ആ പണി പോയി ഭദ്രമായി ഏൽപ്പിച്ചു. കണ്ടോ, ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതല്ല, ഞാനല്ല ചെയ്തത്. അച്ഛൻ ചെയ്തതാണ് കേട്ടോ. എന്നെക്കൊണ്ട് വയ്ക്കാൻ ഇതിന്റെ ബാക്കി എന്താ ചെയ്യണമേ? ഇനി അടുത്ത പണി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലോട്ട് നമ്മൾ ഈ മാംഗോ പൾപ്പ് ആഡ് ചെയ്യും. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാ ഞാനിവിടെ മാംഗോ പൾപ്പൊക്കെ നമ്മുടെ വിസ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫ്രീസറിൽ കൊള്ളുന്ന രീതിയിലൊരു പാത്രം ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഈ മിക്സർ ഞാൻ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ മാറ്റി വെച്ചിരുന്ന മാംഗോ പൾപ്പ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇതൊരു പ്ലാസ്റ്റിക് ഫോയിൽ വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ നെക്സ്റ്റ് ഡേ നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്ന ഐസ്ക്രീം പുറത്തോട്ട് എടുക്കുന്നുണ്ട്. നമുക്കത് എന്തായെന്ന് നോക്കണം. അപ്പോൾ അത് നല്ല അടിപൊളി ടെക്സ്ചറിൽ നമുക്ക് അവിടെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്കൂപ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് അവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അമ്മമ്മ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് അമ്മമ്മയ്ക്കാണ്. അമ്മമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ കഴിച്ചു, അമ്മ കഴിച്ചു, ലാസ്റ്റ് ഞാനും കഴിച്ചു. ഞാൻ അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. സോ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. മാംഗോ ഐസ്ക്രീം അതെന്തായാലും അടിപൊളിയായി. കണ്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ ഗൈസ്, ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അത് കാരണം എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഒരു മാംഗോ ഐസ്ക്രീം റെസിപ്പി ആയിരുന്നു. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇപ്പോൾ മാംഗോൻ്റെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങി, കാരണം മഴയ്ക്കാണല്ലോ. ബട്ട് സ്റ്റിൽ വീട്ടിൽ മാങ്ങ ഉള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. കാരണം ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.